തിരുവനന്തപുരത്ത് പെൺകുട്ടിയെ തുടർച്ചയായ ലൈംഗിക പീഡനത്തിനിരയാക്കിയ ഗംഗേശാനന്ദ തീർത്ഥപാദ സ്വാമികളെന്ന ശ്രീഹരിക്ക് ഹിന്ദു ഐക്യവേദിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നെന്നാണ് വ്യക്തമാകുന്നത്. ഹിന്ദു ഐക്യവേദിക്ക് വേണ്ടി കുമ്മനം രാജശേഖരൻ നടത്തിയ പല ചർച്ചകളിലും സമരങ്ങളിലും മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചയാളാണ് ഗംഗേശാനന്ദ. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS-മായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സ്വാമി കുമ്മനത്തിനൊപ്പം ഇറങ്ങിവരുന്ന ചിത്രം പുറത്തുവന്നു. ആറന്മുള സമരത്തിലും മലബാർ ദേവസ്വം ബോർഡിനെതിരായ സമരത്തിലും ഹിന്ദു ഐക്യവേദിയുടെ നേതൃനിരയിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. എന്നാൽ തീർത്ഥപാദരടക്കം നിരവധി സ്വാമിമാരെ പരിചയമുണ്ടെന്നും അന്വേഷണം ശരിയായ ദിശയിൽ പോകണമെന്നും കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചു. എല്ലാ ആശ്രമങ്ങളും ഞാൻ പോയിട്ടുണ്ട്. എല്ലാ സന്യാസിമാരുമായിട്ട് എനിക്കറിയാം. ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനത്തിൽ ബന്ധപ്പെട്ട ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർത്ഥപാദ പരമ്പരയിൽപ്പെട്ട ഒരു സന്യാസി എന്നുള്ള നിലയ്ക്ക് പല യോഗങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണം ശക്തമായി നടക്കണം. ആറന്മുള പൈതൃക സമിതി സംഘടിപ്പിച്ച സന്യാസി സംഗമത്തിന് ജനറൽ കൺവീനറും ശ്രീഹരിയായിരുന്നു. അതേസമയം സംഘടനയുടെ തലപ്പത്ത് അദ്ദേഹം നേരിട്ടുണ്ടായിരുന്നില്ലെന്ന് വിശദീകരിക്കുന്ന ഹിന്ദു ഐക്യവേദി സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയത് ആരായാലും ഒരു സംരക്ഷണവും നൽകില്ലെന്നും വ്യക്തമാക്കുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.